So moving on to the second question from module 1. അപ്പോൾ ഇതും ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയ സിഗ്മ എഫ് എക്സ് ഇസിക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസിക്വൽ ടു 0 അത് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. പക്ഷേ ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടുന്നതും എളുപ്പവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം ആദ്യമേ. എ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 105 Newton hangs from a point C. AC is inclined at 60 degree to the horizontal and BC at 45 degree to the vertical as shown in figure. Determine the forces in the string AC and BC. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് BC is inclined to vertical at 45 degree and AC is inclined to vertical at 60 horizontal at 60 degree. horizontal ആയിട്ട് 60 ഡിഗ്രി AC ഇൻക്ലിനേഷൻ ഉണ്ട്. ബി സിയുടെ ഇൻക്ലിനേഷൻ വിത്ത് വെർട്ടിക്കൽ 45 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഡ്രോയിങ് ദ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ നമ്മൾ പോയിന്റ് സി മാത്രം എടുത്താൽ മതി. പോയിന്റ് സിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെ ഫോഴ്സാണ് നമ്മൾ പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്നത്? ഒന്ന് ടെൻഷൻ അലോങ് എ സി, അത് ടി എ സി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ മൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഈ രണ്ട് പോയിന്റുകളിലും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറ് വെച്ച് നമ്മൾ സ്ട്രിങ് വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അത് താഴേക്കൊരു വെയിറ്റ് 105 Newton താഴേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ താഴേക്കുള്ള വെയിറ്റ് 105 Newton പോയിന്റ് സിയിൽ നിന്നും. ടെൻഷൻ അലോങ് എ സി ഈസ് ടി എ സി ആൻഡ് ടെൻഷൻ അലോങ് ബി സി ഈസ് ടി ബി സി. ഇത് വേർട്ടിക്കലുമായിട്ട് 45 ഡിഗ്രി ഇവിടെ മേക്ക് ചെയ്യുന്നു, ഇവിടെ ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആംഗിൾസ് നമുക്ക് ഈ 45 ഡിഗ്രി 75 ഡിഗ്രി 60 ഡിഗ്രി അത് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രാം നമുക്ക് തരില്ല, ഈ ഡയഗ്രാം നമുക്ക് തരില്ല. ഇത് നമ്മളുടെ സൊല്യൂഷനാണ്, നമ്മളായിട്ട് കണ്ടുപിടിച്ച് വരയ്ക്കേണ്ടതാണ് ഈ ഡയഗ്രാം. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ 45 ഡിഗ്രി 75 ഡിഗ്രി 60 ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയത്? ഈ ആംഗിളും ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഏതൊക്കെയാണ്? ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും 60 ഡിഗ്രി ആയിരുന്നു. അത് ഒരു രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്ക് വരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സിന് ഇടയ്ക്ക് വരുന്ന ആംഗിൾസ്, ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ആ ആംഗിൾസ്. അങ്ങനെയാണ് നമുക്ക് ആ രണ്ട് ആംഗിളും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 45 ഡിഗ്രി വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 45 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ വരും? കാരണം നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇവിടെ 45 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 45 ഡിഗ്രി അല്ലേ വരത്തുള്ളൂ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾ 45 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ ഇവിടെ 45ഉം ഇവിടെ 16 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ഇവിടെ 75 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആംഗിൾസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് നമുക്ക് റിമൈനിങ് ആംഗിൾസ്, അതായത് ഏതൊക്കെയാണ് അൺനോൺ ആയിട്ടുള്ളത്, അതായത് ഇവിടെ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ, ഇത് 90 ഡിഗ്രിയാണ് ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്ര വരും? 90 + 60 എത്ര വരും? 150 ഡിഗ്രി. ഓക്കെ, അതിനൊക്കെ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ഈ സൈഡിലെ ആംഗിൾ എത്ര വരും? 45 + 90 ദാറ്റ് ഈസ് 135. ഓക്കെ, ബാക്കി റിമൈനിങ് 75. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കും. കാരണം മൊത്തത്തിൽ 360 വരുമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി 285 ഉണ്ട്. 285 + 75 എടുക്കുമ്പോൾ നമുക്ക് 360 ആണ്. അങ്ങനെ ആംഗിൾസ് എല്ലാം കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാമീസ് തിയറം പറയുന്നത് എന്താണ്? ആസ് പെർ ലാമീസ് തിയറം നമ്മളിപ്പോൾ വെയിറ്റ് W ഡിവൈഡഡ് ബൈ എ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. അതർ ടു ഫോഴ്സസ് ഏതൊക്കെയാണ്? W ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതർ ടു ഫോഴ്സസ് ഏതൊക്കെയാണ്? ടി എ സിയും ടി ബി സിയും ആണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. അപ്പോൾ സൈൻ 75, W ഡിവൈഡഡ് ബൈ സൈൻ 75 ഇസ് ഈക്വൽ ടു അടുത്ത ഫോഴ്സ് ടി എ സി എടുക്കുകയാണെങ്കിൽ ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. അത് സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എ സി, മറ്റ് രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്? ടി ബി സിയും W ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ ഓഫ് ദ ആംഗിൾ എന്ന് പറയുമ്പോൾ സൈൻ 135. ഓക്കെ, അടുത്ത ഫോഴ്സ് ഏതാണ്? ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ 150. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് W അറിയാം, W = 105 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടി എ സി കണ്ടുപിടിക്കും. അപ്പോൾ ടി എ സി എങ്ങനെ കണ്ടുപിടിക്കും? ആ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ടി എ സി = W ഡിവൈഡഡ് ബൈ സൈൻ 75 ഇൻറ്റു സൈൻ 135.
ദാറ്റ് ഈസ് എത്രയാ ഡബ്ല്യു എത്രയാണ് 105 ആണ്. 105 ഡിവൈഡഡ് ബൈ സൈൻ 75 ഇൻറ്റു സൈൻ 135. അപ്പോൾ നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോറി, ടി എസ് സിയുടെ വാല്യൂ കിട്ടും. ടി എസ് സി എത്ര വരും? 76.865 ആണ്. 76.865 ന്യൂട്ടനാണ് ടി എസ് സിയുടെ വാല്യൂ. അതിനൊക്കെ തന്നെ നമുക്ക് ഈ ഇക്വേഷനും ഇത് രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ടി ബി സി ഇതിൻ്റെ വാല്യൂ കിട്ടും. ടി ബി സി ഇസിക്വൽ ടു എത്ര വരും? ഡബ്ല്യു ഡിവൈഡഡ് ബൈ സൈൻ 75 ഇൻറ്റു സൈൻ 150. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 105 ഡിവൈഡഡ് ബൈ സൈൻ 75 ഇൻറ്റു സൈൻ 50 സൈൻ 150. ഇപ്പോൾ ടി ബി സിയുടെ വാല്യൂ എത്ര വരും? നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 54.352. ഓക്കെ, അപ്പോൾ ടി എ സിയും കിട്ടി, ടി ബി സിയും കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഡിറ്റർമിൻ ദ ഫോഴ്സസ് ഇൻ ദ സ്ട്രിംഗ് എ സി ആൻഡ് ബി സി. ഫോഴ്സസ് ഇൻ ദ സ്ട്രിംഗ് എ സി ആൻഡ് ബി സി നമ്മൾ കണ്ടുപിടിച്ചു, ടെൻഷനായിട്ടാണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഈ ഫിഗറിൽ നമുക്ക് ഒരു 10 കിലോഗ്രാം ലാമ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 10 കിലോഗ്രാം ലാമ്പ് സപ്പോർട്ടഡ് ബൈ 2 കേബിൾസ് എ ബി ആൻഡ് എ സി. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ. അതായത് ടി എ ബിയും ടി എ ബിയും ടി എ ബിയും ടി എ സിയും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടെൻഷൻ അല്ലോ ഈച്ച് കേബിൾസ്. നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ലാമ്പിൻ്റെ വെയിറ്റ് 10 കിലോഗ്രാം ആണ് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് മാസമായിട്ടാണ് തന്നേക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വെയിറ്റ് കണ്ടുപിടിക്കും. വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എം ജി. അതായത് 10 കിലോഗ്രാം, കിലോഗ്രാമിലല്ലേ തന്നേക്കുന്നത്. അപ്പോൾ അത് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ആകും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. ഇതും ഒരു കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. ലാമിസ് തിയറം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടില്ല? ആംഗിൾസ് തന്നിട്ടില്ല. അപ്പോൾ ഈ ആംഗിൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ ആംഗിൾസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ട്രയാങ്കിൾ ആയിട്ട് വെച്ചാൽ നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ആംഗിൾ എത്രയാണ്? ഇത് തീറ്റ 1 എന്ന് ഞാൻ കൊടുത്തു. ഈ ആംഗിൾ ഞാൻ തീറ്റ 2 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ, അതായത് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു ട്രയാങ്കിളിൽ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഈ സൈഡ് 0.75 ആണെന്ന് തന്നിട്ടുണ്ട്, ഈ സൈഡ് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ടാൻ തീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാൻ തീറ്റ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 0.75, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 0.75 ഡിവൈഡ് ബൈ 1.5. അതിന് തീറ്റ 1 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.75 ഡിവൈഡ് ബൈ 1.5. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 26.56. സിമിലർലി തീറ്റ 2 നമുക്ക് അതിനെ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് വരുന്നത്? പോയിന്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് 0.75, അഡ്ജസൻറ്റ് സൈഡ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 20.55. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക, 20.55 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടി, ഈ രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പോയിന്റ് എയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഡയഗ്രാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, തീറ്റ 1 തീറ്റ 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന തീറ്റ 1 അത് 26.56 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന തീറ്റ 2, ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്ന തീറ്റ 2 ദാറ്റ് ഈസ് 20.55. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ്, ഈ ആംഗിൾ എത്ര വരും? നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിളാണ്. നമുക്ക് പോയിന്റ് എയുടെ ഫിഗർ ഡയഗ്രാം വരയ്ക്കേണ്ടത് അല്ലേ. പോയിന്റ് എയുടെ ഫിഗർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ട്? ഇവിടെ ടി എ സി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വരും. എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ടെൻഷൻ, അതിനൊക്കെ തന്നെ എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന ടെൻഷൻ, ദാറ്റ് ഈസ് ടി എ ബി. പോയിന്റ് എ. ദെൻ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ദാറ്റ് ഈസ് 10 kg. 10 kg എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 9.8 ന്യൂട്ടൺ. 10 ഇൻറ്റു 9.8 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായാലും 90 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് ആംഗിൾ വേണം. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഈ
ഈ പിക്ചറിൽ നോക്കിയാണ് പിക്ചറിൽ നമ്മൾ നോക്കി ഡ്രോയിങ്ങിൻ്റെ പിക്ചറിൽ നമ്മൾ നോക്കി ഈ ആംഗിൾ 26.56 തന്നെ വരും. കാരണം അത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതിനൊക്കെ ഇവിടെ നമുക്ക് എന്ത് വരും 20.55, അതും ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഈ രണ്ട് പാരലൽ ലൈനിന് ഇടയ്ക്ക് വരുന്ന ട്രാൻസ്വേഴ്സ് ലൈനാണ് എ സി. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ പാരലൽ ലൈനും ഇടയ്ക്ക് വരുന്ന ട്രാൻസ്വേഴ്സ് ആണ് ബി എ. അപ്പോൾ അത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി 26.56ഉം ഇവിടുത്തെ ആംഗിൾ 20.55. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഇനി ഈ ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. ആ ആംഗിൾ എങ്ങനെ കിട്ടും? ഈ ആംഗിൾ എത്രയാണ് വരിക? ആംഗിൾ എത്രയാണ് വരുന്നത്? നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് കാൽക്കുലേറ്റർ അടിച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 132.89. 132.89 ആണ് ഈ ആംഗിൾ വരുന്നത്. 132.89 ഡിഗ്രീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമിസ് തിയറം എന്താ പറയുന്നത്? ലാമിസ് തിയറം നമ്മളൊരു ഫോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ, അതായത് TAB ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്. എത്ര വരും? സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പ്ലസ് 20.55. 90 പ്ലസ് 20.55 എത്ര വരും? 90 പ്ലസ് 20.55, that is TAB divided by 110 plus 110.55 degree is equal to TAC. TAC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ്, അതായത് 20 സൈൻ ഓഫ് 26 പ്ലസ് 26.56 പ്ലസ് 90. 26.56 പ്ലസ് 90 എത്ര വരും? സൈൻ ഓഫ് 116.56 is equal to, ഇനി വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് 9.81 എടുക്കാം. ഓക്കെ, G 9.81 എടുക്കുകയാണെങ്കിൽ 98.1 ന്യൂട്ടൺ ആണ്. 98.1 ന്യൂട്ടൺ. ഓക്കെ, അത് ഡിവൈഡ് ബൈ സൈൻ ഓഫ് 132.89. ഓക്കെ, ഞാനിത് വന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് TAB എത്ര വരും? TAB is equal to 98.1 divided by sin 132.89 into sin 110.55. അപ്പോൾ ഇത് എത്ര ഒരു വാല്യൂ കാൽക്കുലേറ്റർ അടിച്ച് ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ വാല്യൂ TABയുടെ വാല്യൂ ഏകദേശം 125.38 ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ സനിയെ പഠിക്കുള്ളൂ. അതിനൊക്കെ TACയുടെ വാല്യൂ, TAC നമുക്ക് എങ്ങനെ ചെയ്യാം? TAC is equal to 98.1 divided by sin 132.89. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സൈൻ ഓഫ് 116.56 എത്ര വരും വാല്യൂ? TAC 119.77 ന്യൂട്ടൺ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ കേസിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്.